ഹലോ ബേസിലാണേ. അങ്ങനെ ജെയ്സൺ ചേട്ടൻ്റെ വീട്ടിൽ ഞാനും മമ്മിയും ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കാരണം ഞങ്ങൾക്ക് ഇന്നേ വരെ കിട്ടാത്ത ഒരു ഫ്രീഡവും അതേപോലെ ഒരു ഹാപ്പിയും ഒക്കെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ലൈഫിലേക്ക് വന്നു. അപ്പം അത്രയും നാൾ പപ്പേനെ പേടിച്ചൊക്കെ ജീവിച്ചുകൊണ്ടിരുന്ന അവിടെ നിന്ന് പെട്ടെന്നൊരു മാറ്റം വന്നതുപോലെ. അങ്ങനെ മമ്മി അവിടെ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന വീടിനോട് ചേർന്നിട്ട് ജെയ്സൺ ചേട്ടന് 2 കോഴി ഫാമുണ്ട്. അപ്പോൾ ജെയ്സൺ ചേട്ടൻ്റെ ഭാര്യ മിനി ചേച്ചി വന്നിട്ട് മമ്മിയുടെ അടുത്ത് നല്ല കൂട്ടാണ്. അപ്പോൾ മമ്മിയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ചേച്ചി മലയിൽ പണിക്കൊക്കെ പോയിക്കൊണ്ടിരുന്നില്ലേ ചേച്ചി, അപ്പോൾ അങ്ങനെയുണ്ട് ചേച്ചി ഫാമിലത്തെ കാര്യങ്ങൾ നോക്കി, അപ്പോൾ ചേട്ടാ അതിൻ്റെ ശമ്പളവും കാര്യങ്ങളൊക്കെ ആയിട്ട് തരും എന്ന് പറഞ്ഞിട്ട് മമ്മീനെ അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മരുന്ന് കൊടുക്കുന്നതും തീറ്റ കൊടുക്കേണ്ടതൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അന്ന് തൊട്ട് ഞങ്ങൾ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് വരെ, ആ വീട്ടിൽ നിന്ന് താമസം മാറുന്നത് വരെ മമ്മിയാണ് ഫാമിലെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരുന്നത്. ഞാൻ നോർമൽ പോലെ സ്വർണ്ണപ്പണിക്ക് പോകുന്നു, വിനോദേൻ്റെ ഒപ്പം ബൈക്കിൽ ജമ്പനും തുമ്പനും പറക്കുന്നു, തിരിച്ചു വരുന്നു, ഇത് തന്നെ ഞങ്ങൾ അടിച്ചുപൊളി. അപ്പോൾ ഞാൻ എന്നിട്ട് ഒരു വ്യക്തിനെ കാണുകയാണ്. എൻ്റെ പപ്പയുടെ കൂട്ടുകാരനാണ് പുരുഷോത്തമൻ എന്ന് പറഞ്ഞിട്ടൊരു ചേട്ടൻ. പുള്ളി ഇന്നില്ല. പുള്ളിയുടെ ഈ കാര്യം പറയുമ്പോൾ പുള്ളിയുടെ കാര്യം എന്താണ് പറഞ്ഞതെന്ന് എന്നോട് ആരും ചോദിക്കരുത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ കഥയിലൊരു ഇമ്പോർട്ടൻ്റ് പേഴ്സണാണ് പുള്ളീനെ പപ്പയുടെ കൂടെ പോകുമ്പോഴാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ പുള്ളിക്ക് ഒരു അസുഖമുണ്ട്. മേത്തൊക്കെ ഇങ്ങനെ സോറിയാസിസ് പോലെ, ഇങ്ങനെ മേലൊക്കെ ഇങ്ങനെ ചെതമ്പൽ പോലെ ഉള്ളൊരു അസുഖം. അപ്പോൾ പപ്പ എന്നോട് പറഞ്ഞാടാ അവൻ്റെ അസുഖം മാറില്ലടാ, അവൻ കാണിക്കാത്ത ഡോക്ടർമാരിലടാ, അവൻ പണിയെടുക്കുന്ന പൈസ മൊത്തം ഹോസ്പിറ്റലിലാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പപ്പ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇവിടെ ജെയ്സൻ്റെ അവിടെ വന്നതിന് ശേഷം ഞാൻ ഈ പുള്ളീനെ കാണുകയാണ്. പുള്ളി അന്നേരം ഓട്ടോ ഓടിക്കുക. അന്നേരം എനിക്ക് തന്നെ അതിശയം, ഇത് പുരുഷനാണല്ലേ. കാരണം പുള്ളിയുടെ മേത്തത്തെയൊക്കെ നോർമൽ സ്കിന്ന് പോലെയായി. അപ്പം ഞാൻ പുള്ളിയോട് ചോദിച്ചു, ചേട്ടാ എന്നാണ് ചേട്ടൻ എന്താണ് ചെയ്തേ, ചേട്ടൻ മാറിയില്ലോ? അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, മോനെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്,